ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാല് തമ്പുനയിലും എഴുത്തൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും. യെസ് ഗൈസ്, ടുഡേ ഈസ് അവർ യൂട്യൂബ് മീറ്റപ്പ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ പോണതൊന്നും അങ്ങനെ വലിച്ചു വാരി വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടത് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണ് കേട്ടോ. അമ്മാനോട് ചിരിച്ചാൻ പറഞ്ഞപ്പോൾ ചിരിച്ചതാണ് ആ കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്ന് നീങ്ങാണ്. മുന്നിൽ തന്നെ ഒരു അംബാസിഡറും ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു പൊളി ആംബിയൻസ് ആണ്. പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടികളൊന്നും മറന്നിട്ടില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് വെള്ളമാണ് കുടിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടൊന്ന് നോക്കിയത്. ഒരു തിരക്കാ. ഇതാണ് നമ്മളെ ഈസി കുക്കിന്റെ ആൾക്കാര്. അപ്പൊ ഇനി കുറച്ച് അവരുടെ വിശേഷങ്ങളാണ് ഉണ്ടാലോ. പിന്നെ ഏതമ്മമാരാ പണിയൊന്ന് എളുപ്പാകണേ എന്ന് വിചാരിക്കാതെക്കണത്. സോ ദിസ് ഇസ് ഫോർ യു. ഈസി കുക്ക് എന്നുള്ള പേര് തന്നെ ഉണ്ട്. അത് ഈസി ആണോ ഹാർഡ് ആണോ? ഈസി കുക്കിന്റെ സംഭവങ്ങൾ ഇവരെന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കെ. ചെറിയ കുട്ടിക്ക് പാതി വേവിച്ചാൽ കൊടുക്കുക. ക്യാരറ്റ് ചെറിയ കുട്ടിയെ നമ്മൾ കട്ട് ചെയ്ത് പാതി വേവിച്ചിട്ട് അത് ടെമ്പറേച്ചർ എണ്ണ ഒഴിച്ചാലും കറുത്തു പോകില്ല. നമുക്ക് അസുഖം വെള്ളത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെ നമുക്ക് അസുഖം വരുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ ടൈം ലാഭിക്കാം, പണം ലാഭിക്കാം, ആരോഗ്യം നേടാം. അതാണ് ഏറ്റവും വലിയ ഗുണം. അത്രയും കാലത്ത് നമുക്ക് ടൈം ഉണ്ടാവില്ല. വെള്ളത്തിൽ കൂടെ നമുക്ക് 80% അസുഖം വരുന്നത് മഞ്ഞപ്പിത്തം, കോളറ, എലിപ്പനി, ചിക്കൻ ഗുനിയ. ഇതിനകത്ത് വെള്ളം 140 ഡിഗ്രി ടെമ്പറേച്ചർ വെച്ച് വെള്ളം തിളപ്പിക്കാം. അതായത് ഹെപ്പറ്റൈറ്റിസ്, ജോണ്ടിസ്, ഡിസെൻട്രി, ഡയറിയ വെള്ളത്തിൽ കൂടിയ ക്ലോറിനുണ്ട്. വെള്ളത്തിൽ ഈ ക്ലോറിന്റെ വെള്ളം 100 ഡിഗ്രി ടെമ്പറേച്ചർ അടുക്കളന്റെ അടുത്തേക്ക് വരാത്ത ഇപോലെ പിടിച്ച പോലെ പഠിപ്പിച്ചത്. പിന്നെ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ആയ പ്ലാറ്റിനം കോച്ചിങ് സെന്ററുമായിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നമ്പർ 1 ആവണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താട്ടാ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ചെന്നപ്പോ തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടാ. 15 കൊല്ലമായി രമേശ പോലീസിൽ ജോലി തുടങ്ങിയിട്ട് എങ്ങനെയാണോ ഒരു പുതിയ ചോദ്യം ചെയ്യുന്നത്? പേര് പറയണ മാധവൻ, വട്ടപ്പേര് പറയണ മീശമാണ്, അതല്ലേ? എന്നാലേ നാളെ വരുമ്പോൾ മീശ അങ്ങ് വലിച്ചു ചേരണം. ഇത് ശബ്ദമാണ്. താങ്ക് യു. ഓ താങ്ക്സ്. ശബ്ദം ശരിയായെങ്കിലും ഒരു കയ്യടി തരും എല്ലാവരും ചേർന്നിട്ട്. ഞാൻ ഇന്ദ്രജിത്തിനെയാണ് അനുകരിക്കാൻ ശ്രമിച്ചത്. ചോദ്യം ഇതാണ്, ഈ ചിത്രം ഏതാണെന്ന് ഈ പടത്തിൽ നിന്നുണ്ട്. മാധവൻ മീശ ഭീഷവാദവൻ എന്താണ്? ഈ പടത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട്. എന്റെ എല്ലാം അല്ലേ എന്ന് നമ്മുടെ പെണ്ണുങ്ങളെ നോക്കി പറയുന്നത്, നമ്മുടെ കാമുകിമാരെ ഭാര്യമാരെ നോക്കി പാടുന്ന പാട്ടായിരുന്നു. കരിമിഴിയെ ഗുരുവെ കണ്ടില്ല, ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും എന്നൊക്കെ പാടിയ പാട്ടുകളാണ്. ഈ പടത്തിലെ പാട്ടിന് സംഗീതം നൽകിയ ആളിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. സംഗീത സംവിധായകന്റെ മ്യൂസിക് ഡയറക്ടർ ഓഫ് ഭീഷമാധവൻ. അതാ വായിച്ചു. വിദ്യാസാഗറാണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി അദ്ദേഹത്തിന് നൽകാം. അതും കഴിഞ്ഞ് നമ്മളെ യൂട്യൂബിലെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുകയാണ് ഉമ്മ. ആ ചുളിവില് ഞാന് ഇറക്കിയൊരു വീഡിയോ ഉണ്ട് എടുത്ത്. നിങ്ങളെ തലൊന്നും കറങ്ങണില്ലല്ലോ അല്ലേ? നെക്സ്റ്റ് മോണ ആക്ട് ഓൺ ദ സ്റ്റേജ്. 46-47 കാലഘട്ടങ്ങളിൽ മഹാത്മാഗാന്ധിജിക്ക് വിശന്നിട്ടില്ലേ? എന്തിനേറെ പറയുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും വിശന്നിട്ടില്ലയോ എന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിച്ചു പോവുകയാണ്. വിശപ്പ് എന്നത് ഒരാഗോള പ്രതിഭാസമാകുന്നു. ഈ കവലപ്രസംഗം കൊണ്ടോ ഇങ്ങോട്ട് വരിക, ഇലയിൽ നോക്കുക, അവയിലുണ്ട്, ശർക്കരപ്പേരുണ്ട്, പുളിയഞ്ചിയുണ്ട്, അച്ചാറുണ്ട്. ഇതെന്തിന്റെ സ്ഥാന? പച്ചടിയുടെ. മതി, ഇതൊക്കെ ഇങ്ങനെ ആവശ്യം ഉണ്ടായതല്ലേ? ഇതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോ മനസ്സിനൊരു സുഖം. ആ സുഖം കഴിഞ്ഞ് സ്റ്റേജിൽ പിന്നെ ഉണ്ടായിരുന്നത് ഒരു സിനിമയുടെ പ്രദർശനമായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഏരിയ, നമ്മുടെ സ്വർഗരാജ്യം. യെസ്, ദാറ്റ് ഈസ് ഫുഡ് കൗണ്ടർ. അവിടെ ചെന്ന് നല്ല ചോറും പിന്നെ ഇങ്ങനെ കറങ്ങി കളിക്കണമായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് സാലഡും പിന്നെ രണ്ടാമത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇട്ടെന്നാട്ടോ. പിന്നെ കുറച്ച് മുന്തിരിയുള്ള അച്ചാറും, മുന്തിരി അച്ചാർ. That was delicious. I liked that very much. അതുകൊണ്ട് തന്നെ അത് 2 സ്പൂണിന് ഇടുന്നതിനോട് എനിക്ക് ഒരു വിരോധമില്ലായിരുന്നു. ഇനിയുള്ള പോക്കാണ് മെയിൻ ആയിട്ടുള്ള സാധനത്തിന് വേണ്ടിയുള്ള പോക്ക്. മനസ്സിലായോ? യെസ്, യു ആർ ദ കറക്റ്റ്. ചിക്കൻ അതൊരു ഗ്രേവി പോലെ ആയിരുന്നു കേട്ടോ. ദാറ്റ് വാസ് ഓൾസോ വെരി ഡിലീഷ്യസ്. നല്ല ഗ്രേവി ഒക്കെ ഉണ്ടായിട്ട് എന്റെ മോനെ അതിനെ പറ്റി പറയുമ്പോ തന്നെ നാവിൽ വെള്ളം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത്ര ഫുഡ് എടുത്ത് കഴിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ പരിപാടി എന്നുണ്ടെങ്കിലും ഇഷ്ടമാണ്. സോ ഇനിയാണ് എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആൻഡ് മെയിൻ ആയിട്ടുള്ള ജോബ്. എന്താന്നല്ലേ?
കഴിക്കൽ തന്നെ. ബാക്കിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയിട്ടാ. പിന്നെ ഞങ്ങളെ കഴിഞ്ഞിട്ട് ഇവരത് കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഓൽക്ക് സോറി എന്നോണിയും പറയണ്ടേ. എന്നാലും ഞാൻ അതല്ലടാ ചിന്തിക്കണേ, ഇവരെങ്ങനെയാണ് ഇത്രയും തോനെ കുപ്പിയിൽ വെള്ളം കുടിച്ച്? ഒരു ഐഡിയ ഇല്ലടാ അതിനെപ്പറ്റി. ഉമ്മയ്ക്കാണെങ്കിൽ അത്രയും കുപ്പി വെള്ളം കുടിച്ചിട്ടും ഒരു പൊട്ടിക്കാത്ത കുപ്പി മുമ്പിലും വെച്ചിക്കണം. സോ അവർ സ്പെഷ്യൽ ഗസ്റ്റ് ഈസ് അറൈവ്ഡ്. ഹിസ് നെയിം ജംഷിദ് മഞ്ചേരി. ആളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ ആണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് കേട്ടാ. ബട്ട് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഈ സോങ് ഒന്നും ഇടാൻ പറ്റില്ല. എന്താ അപ്പൊ ചെയ്യടാ? ഈ സമയമൊക്കെ നിങ്ങൾ എന്റെ വോയിസ് ഇങ്ങനെ കേട്ടിക്കേണ്ടി വരും. പിന്നെ കുഴപ്പമില്ല, ഞാൻ വെറുതെ വർത്താനം പറയുകയാണെങ്കിലും മധുരസുന്ദരമായ വോയിസ് കേട്ടാല് നിങ്ങൾക്ക് അതൊരു പാട്ടായിട്ടേ തോന്നുള്ളൂ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വോയിസ് ഓവർ കൊടുക്കണോണ്ട് നിങ്ങൾ കഴിച്ചില്ലായി. പിന്നെ രാവിലെയൊക്കെ വാടി കൊഴിഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറായിക്കണേ. കാരണം എന്താ, ഫുഡ് കഴിച്ചില്ലേ? അത് കഴിഞ്ഞ് എല്ലാരോടും ഒന്ന് സ്റ്റേജിലേക്ക് വരിക, നമുക്ക് പാട്ടൊക്കെ പാടി കളിച്ചിട്ട് പോവാ. ഞാനൊക്കെ മണ്ടിയോട് പോയി ഫോൺ എടുത്ത് കണ്ട് വീഡിയോ എടുക്കണ്ടേ. അത് കഴിഞ്ഞ് നോക്കുമ്പോ കുട്ടിന്റെ മൂടൊക്കെ സ്വിങ് ആയിക്കാണ്ട് റൊമാൻറ്റിക് മൂഡിലെത്തിക്കണം. ഫുള്ള് ഫോൺ കോളിങ് തന്നെയാണ്. നടക്കട്ടെ ഇനിയിപ്പൊ നമ്മൾ അതിന്റെ അടിയിൽ ഒരു തടസ്സാവണ്ട. അതും കണ്ട് തിരിഞ്ഞാട് നോക്കിയപ്പോഴാണ് എന്റെ മോനെ ഇതെന്താ കടലോ, അത്ര മാണ്ടിയില്ലേ. സാരല്ല, കിടക്കട്ടെ. ഫോട്ടോസും വീഡിയോസും ഈ റിസോർട്ടിൽ നിന്ന് എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യും ഈ ഒരു സ്പോട്ടാട്ടോ. ബിക്കോസ് ദിസ് ഇസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലിക്കൺ വിളിച്ച് ചെയ്യാനും ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോ ബൈ.